തിരുവല്ലയിൽ 19-കാരിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊന്ന പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. തിരുവല്ല കുമ്പനാട് സ്വദേശി അജിൻ റജി മാത്യുവിനാണ് പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനായിരുന്നു അയിരൂർ സ്വദേശി കവിതയെ അജിൻ റജി മാത്യു കൊന്നു തള്ളിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അജിൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇന്ന് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയും 5 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. ശിക്ഷാവിധി കേൾക്കാൻ കവിതയുടെ മാതാപിതാക്കളും ബന്ധുക്കളും എത്തിയിരുന്നു. വിധിയിൽ തൃപ്തരെന്ന് കുടുംബം പ്രതികരിച്ചു. അപ്പം സന്തോഷം തോന്നി, സങ്കടവും തോന്നി. നിറഞ്ഞു അവൻ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവന് അതുപോലുള്ള ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. നമുക്ക് പറയാവുന്നല്ലേ പറ്റത്തുള്ളൂ. വധശിക്ഷ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പരമാവധി ശിക്ഷ കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൃപ്തനാണ്. കേസ് അന്വേഷിച്ച അന്വേഷണ സംഘത്തെയും പ്രോസിക്യൂട്ടറെയും കോടതി പ്രശംസിച്ചു. ആകെ 43 സാക്ഷികളെയും 94 രേഖകളും കോടതിയിൽ ഹാജരാക്കി. IPC 341 302 പ്രകാരം കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 341 പ്രകാരം 1 മാസം തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുകളിൽ നിന്ന് ഈടാക്കാവുന്നതും ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീതിച്ചു നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. 2019 മാർച്ച് 12-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കവിതയും പ്രതി അജിൻ റജി മാത്യുവും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചവരാണ്. അജിന്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ചതോടെ തിരുവല്ല KSRTC സ്റ്റാൻഡിന് സമീപം വഴിയിൽ തടഞ്ഞു നിർത്തുകയും കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് കുത്തുകയും ചെയ്തു. ശേഷം കയ്യിലുണ്ടായിരുന്ന 3 പെട്രോൾ കുപ്പികളിൽ ഒന്നിൽ നിന്ന് കവിതയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. ഓടിക്കൂടിയ നാട്ടുകാരാണ് കവിതയെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയെങ്കിലും കവിത മരിച്ചു. നാട്ടുകാർ തന്നെ അജിനെ പിടികൂടി പോലീസിന് കൈമാറി. അജിൻ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യങ്ങളും പണം നൽകാൻ ATM കാർഡ് സ്വൈപ്പ് ചെയ്ത വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പട്ടാപ്പകൽ നടന്ന കേരള മനസാക്ഷിയെ ഞെട്ടിച്ചൊരു കൊലപാതകം. 6 വർഷം കുടുംബം നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് നീതി ലഭ്യമായത്. പഴുതടച്ചുള്ള അന്വേഷണത്തിന് കോടതിയുടെ പ്രശംസയും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പത്തനംതിട്ടയിൽ നിന്നും അഫ്സലാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.